ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ KM റെസിപ്പീസ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ക്രീം കേക്കാണ് നമ്മളിവിടെ നിന്ന് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് ഞാനിവിടെ 2 മുട്ടയാണ് കേട്ടോ എടുത്തേക്കണേ. അതൊരു ബൗളിലോട്ട് ഇതുപോലെ നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്കിതിൻ്റെ അകത്തുനിന്ന് ഈ മുട്ടയുടെ മഞ്ഞക്കരു എടുത്ത് മാറ്റണം കേട്ടോ. അത് ഞാൻ വേറൊരു ബൗളിലോട്ട് എടുത്തിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലൊരു ബീറ്റർ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അടിക്കാം. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കണേ. അത് 3 പോർഷൻസ് ആയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, 3 ഭാഗമായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇട്ട് നന്നായിട്ട് ഇതൊന്നും ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് വിസ്ക് ഉപയോഗിച്ചും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മളെടുത്ത് മാറ്റി വെച്ചായിരുന്ന മുട്ടയുടെ മഞ്ഞക്കരുവിൻ്റെ അകത്തേക്ക് ഞാനിവിടെ യെല്ലോ ഫുഡ് കളറാണ് ഒഴിച്ച് കൊടുത്തേക്കണേ. ഒരു കേക്കിന് മഞ്ഞ കളർ കിട്ടാനായിട്ടാണ്. അതിൻ്റെ അകത്തേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചായിരുന്ന നമ്മുടെ മുട്ടയുടെ വെള്ളയുടെ അകത്തേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം പതുക്കനെ ഒന്നുകൂടി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് മൈദയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 1/2 കപ്പ് മൈദയും അതിൻ്റെ ഒപ്പം തന്നെ 2 ടീസ്പൂൺ എക്സ്ട്രാ മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ എടുത്ത് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ തവി ഉപയോഗിച്ച് പതുക്കെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഭയങ്കര സ്പീഡിൽ ഇളക്കരുത്, നമ്മുടെ കേക്ക് അപ്പം നല്ല സ്പോഞ്ചി ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. പതുക്കെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ചേർത്ത മൈദ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിലോട്ട് 3 ടീസ്പൂൺ എടുത്ത് ഓയിൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ 3 ടീസ്പൂൺ അളവിൽ നമ്മുടെ പാലും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കേക്കിൻ്റെ മിക്സ് തയ്യാറാക്കി വെച്ചില്ലായിരുന്നോ, അതിൻ്റെ അകത്തുനിന്ന് ഒരു 2 ടീസ്പൂൺ എടുത്ത് കേക്കിൻ്റെ മിക്സ് ഇതുപോലെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് കേക്കിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാനാണ്. ഇനിയിപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാലൻസ് ബാറ്ററിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ഓയിലിൻ്റെ മിക്സ് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പതുക്കനെ നമ്മളുടെ തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ പതുക്കനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പതുക്കനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര സ്പീഡിൽ മിക്സ് ചെയ്യരുത്, ഇതുപോലെ പതുക്കനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓറഞ്ചിൻ്റെ തൊലിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തതാണ്. ഇത് ഓപ്ഷണലാണ്, നമുക്ക് കിട്ടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ എനിക്ക് ഓറഞ്ച് കിട്ടിയായിരുന്നു, അത് കാരണം ചെയ്യുന്നതാണ്. ഇതുപോലെ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ഇതുപോലെ ഇത് പീൽ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇതുപോലെ ഒന്ന് സ്ക്യൂസ് ചെയ്തതിന് ശേഷം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓറഞ്ചിൻ്റെ ഇത് ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ബാറ്ററിൻ്റെ അകത്തോട്ട് ഓറഞ്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം പതുക്കനെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ നമ്മൾ തൊലി മാറ്റി വെച്ചില്ലായിരുന്നു ഓറഞ്ചിൻ്റെ, അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഏത് പാനിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അകത്ത് ഇതുപോലെ ബട്ടർ തേച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ആ ബട്ടർ പേപ്പറിൻ്റെ മുകളിലും ഒരല്പം ബട്ടർ തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബാറ്റർ ഒഴിച്ച് കഴിയുമ്പോൾ ഇതൊന്ന് പതുക്കനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ഞാനിവിടെ ബാറ്റർ റെഡിയാക്കുന്ന നേരത്തെ തന്നെ ഞാനൊരു തവ അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതിൻ്റെ മുകളിൽ വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മളിത് അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ ചൂടാക്കി വെച്ചായിരുന്ന തവയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 35 മിനിറ്റിനടുത്ത് വേവിച്ചെടുക്കണം. ഈ സമയത്ത് ഞാൻ ഒരു ബൗളിലോട്ട് വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ് കേട്ടോ എടുത്തേക്കണത്. വിപ്പിംഗ് ക്രീമല്ല, വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ് എടുത്തേക്കണത്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 100 ml പാലും കൂടി അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തണുത്ത പാൽ വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്, എന്നാലേ നമ്മുടെ വിപ്പിംഗ് ക്രീം കറക്റ്റായിട്ട് വരത്തുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചായിരുന്ന നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയില്ലേ, അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോപ്പ് ചെയ്ത ബദാം, അതുപോലെ തന്നെ പിസ്ത, നിങ്ങളുടെ കയ്യിൽ എന്ത് നട്ട്സാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ആറാനായിട്ട് വയ്ക്കാം.
ഇതിപ്പോൾ നന്നായിട്ട് ആറി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതുപോലെ ഒന്ന് ബട്ടർ പേപ്പർ പൊളിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് കട്ട് ചെയ്യേണ്ടത് ആ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലുള്ള കേക്കാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അതാണ് സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്യണേ. ഇതിൻ്റെ 4 വശവും ഇതുപോലെ ഒന്ന് മുറിച്ച് മാറ്റാം. നമ്മൾ ഈ മുറിച്ച് മാറ്റുന്ന കേക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ നേരത്തെ അതിൻ്റെ സൈഡുകൾ കട്ട് ചെയ്ത് കളഞ്ഞില്ലായിരുന്നോ, അത് ഇതുപോലെ ചെറിയ ചെറിയ സ്ക്വയർ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ആ ബാലൻസ് വന്ന കേക്കിൻ്റെ പീസ് മൊത്തം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ സ്ക്വയറായിട്ട് മുറിച്ചെടുത്ത പീസില്ലേ അതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒഴിച്ച് കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും നമ്മുടെ കേക്ക് നന്നായിട്ടൊന്ന് സോക്കായിട്ട് കിട്ടുകയുള്ളൂ. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചായിരുന്ന കുറച്ച് ബദാമും പിസ്തയും ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമും പിസ്തയോടൊപ്പം വേണമെങ്കിൽ കാഷ്നട്ടും ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചാണ് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഇത് വിപ്പിംഗ് ക്രീമൊക്കെ തേച്ച് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചായിരുന്ന നമ്മുടെ കേക്കിൻ്റെ പീസുകളില്ലേ അത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ അത് വെച്ച് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഡെസ്കിനേറ്റഡ് കോക്കനട്ടാണ് ഇട്ട് കൊടുത്തേക്കണേ. എല്ലാ സൈഡിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം കേട്ടോ. ഞാനിവിടെ 1 മണിക്കൂറിനടുത്ത് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അതിന് ശേഷമാണ് എടുത്തത്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണമെന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാം. ഇത് നമ്മൾ വെച്ചാണ് വിപ്പിംഗ് ക്രീം ഒന്നും കൂടി സെറ്റ് ആവാനായിട്ടാണ് 1 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മുടെ കേക്ക് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പീസുകളായിട്ട് മുറിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ വലിയ സ്ട്രെയിൻ ചെയ്ത് കേക്കിൻ്റെ ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൻ്റെ അകത്തും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷനും കൂടി വരും, അതിൻ്റെ അകത്തും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കുള്ളൂ. എല്ലാവർക്കും താങ്ക് യു.